എന്ത് ചെയ്യുന്നു? പിന്നെ ഞാനിവിടെ തട്ടാരുടെ കൂടെ നിന്ന് പണിയാ. അതെ, പിന്നെ ഇവർക്ക് അടുത്ത വണ്ടിക്ക് ടൗണിലേക്ക് പോകാനുള്ള സെറ്റപ്പിലാ. കുറെ ദൂരം പോകാനുള്ളതല്ലേ. അച്ഛനെ വിളിക്ക്. അച്ഛൻ ഇപ്പൊ വരും. അച്ഛാ, ചേച്ചിയെ കാണാൻ നാരായണൻ ചേട്ടനോട് രണ്ടുപേരും വന്നിരിക്കുന്നു. അതിനായിരിക്കും കാപ്പി ഉണ്ടാക്കിയത്. ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് മതി കാപ്പിയും ചായയൊക്കെ. ആ തട്ടാരെ, ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കൻ. ഇത് അമ്മാവൻ. ചെറുക്കൻ അണ്ടി കമ്പനിയിലാ ജോലി. 900 രൂപ ശമ്പളമുണ്ട്. 25,000 രൂപയും 10 പവന്റെ ആഭരണവും കൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണോ തമാശ പറയുന്നത്? തട്ടാർക്ക് എപ്പോഴും ഒരു തമാശ. 25,000 ഉളുവായും 10 പവന്റെ പൊന്നും ഇവിടെ എടുത്ത് കെട്ടി വെച്ചിരിക്കല്ലേ. എന്റെ മോക്ക് എന്നാ ഒരു കുഴപ്പം? തട്ടാടെ ഈ സ്വഭാവം കൊണ്ടാ. മോൾക്ക് 18 വയസ്സായി. വെച്ചോണ്ടിരുന്നു. എന്നെ മോളെ കാശൊന്നും വാങ്ങാൻ കെട്ടാൻ വരുന്ന കെട്ടിയാ മതി. ഇനിയിപ്പോ ഇയാള് പറയണോ? വന്നാട്ടെ, നമുക്ക് വേറെ സെറ്റപ്പ് ചെയ്യാം. ഒരു തട്ടാര് വന്നേ, നാട്ടിൽ വേറെ പെമ്പുള്ളാത്ത പോലെ. അയ്യോ, അവൾക്ക് ആശയല്ലോ. ആശ വരട്ടെ. നിന്റെ ആശ മരുന്ന് നിൽക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ വേറെ കടയിൽ കൊടുത്തോളാം. എന്റെ പൊന്നു ചേച്ചിയല്ലേ, പിണങ്ങി പോവല്ലേ. ചേച്ചി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ. നിനക്ക് അളവെടുക്കാൻ അറിയോ? അറിയാമോന്നോ? ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എടുക്കാം. ഈശ്വര, ഇവനും അളവെടുപ്പ് തുടങ്ങിയോ? ബ്ലൗസ് വയ്ക്കുന്നുണ്ട്, അരവണ്ണം എടുക്കുന്നത്. ഞാൻ വരുന്നത് വരെ ക്ഷമിക്കാൻ രുക്മിണിക്ക് ഇത്ര ക്ഷമയില്ലാതെ പോയല്ലോ. വരൂ, നമുക്ക് വിശദമായിട്ട് അളവെടുക്കാം. വരൂ. ஐயா, கும்பிடுறேன் சாமி. இது யாரு? கருப்பையாவா? என்னவா சௌக்கியம் தானா? ஆமா சாமி. இது யாரு? நம்ம இளைய பொண்ணு காமாட்சி. அப்படியா? உனக்கு ഇത്രയും വലിയൊരു മകളുണ്ട് അറിഞ്ഞില്ലല്ലോ. കറിയാ, നീ വന്നില്ലല്ലോ ഞാൻ നിனைச்சிருக்காയിരുന്നു. വേറെ 3-4 പാർട്ടി ഇങ്ങ வந்து நான் யாருக்கும் கொடுத்தில்லை. ரொம்ப உபகாரம் சாமி. உனக்கு தெரியுமா, முட்டம் நிறைய பொண்ணு இருக்கு. 2 வருஷத்துக்கு முன்னால நீ மட்டும் இங்க வந்து பொண்ணு எடுத்தது. அதுக்கப்புறம் யாருக்கும் கொடுக்கலையா? பணம் எத்தனை சாமி? விலை என்ன? நீ ஒரு 1000 ரூபாய் போடும். 1000 ரூபாயா? என்ன சாமி இது? இந்த மண்ணை முழுசா அடிச்சா கூட 1/4 பவுனுக்கு மேல பொண்ணு கிடைக்காது. நான் ஒரு 250 ரூபாய் தர்றேன் சாமி. போயா, 250 போய் வேலை பாரு. அப்படி எல்லாம் சொல்லாதீங்க சாமி. இந்த மாதிரி ஏதாவது கிடைச்சாதான் இந்த பொண்ணோட கல்யாணமே நடக்கும். கடைசியா ஒண்ணு சொல்றேன், 500 ரூபாய் விடு. அதை இவ்வளவு ஓர்த்துட்டா இவ்வளவு கல்யாணம் பண்ணி ரசப்பட்டேன் சாமி. நான் ஒரு 400 ரூபாய் தர்றேன் சாமி. அவ்வளவுதான் எங்க கிட்ட இருக்கு. மேற்கொண்டு ஒரு தம்படி கூட கிடையாது சாமி. சரி சரி கொடு. இந்தாங்க சாமி. വേല ഉറങ്ങിക്കോ. എന്തിനാ പാവങ്ങളെ പറ്റിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചയില്ല അച്ഛൻ മണ്ണടിച്ച് പൊന്നെടുത്തത്. ഒരു വീക്കിയെ പറ്റുന്നുണ്ടല്ലോ. கருப்பையா, எப்படி இருக்க? அவ்வளவுதானே? ஒண்ணும் கிடைக்கிற மாதிரி இல்லையே சாமி. கிடைக்கும் கிடைக்கும், நன்னாய் பாருங்க.
என்னமாச்சு உன்னை காமாச்சு ஏதாவது கவிதை கண்டியா என்னமாச்சு காமாச்சு ஏதாவது பாம்பா படுத்தாயா உன்னை காமாச்சு என்னம்மா பாம்பா இங்க பாம்பு படுத்தாரொന്നും வராது நீ கனவு கண்டதாയിരിക്കും தூக்கத்தில் என்னவோ படுத்துக்கோ சாமி ஒரு பொடி பொண்ணு கூட கிடைக்கல சாமி கொடுத்த ரூபாய திரும்ப கொடுங்க சாமி ഒന്നും കിടച്ചില്ലേ ഏമാറ്റം വേണ്ട എല്ലാം ഞാൻ കാണാതെ ഒതുക്കിയിട്ടുണ്ടാവും இல்ல சாமி நீங்க எங்க வேணாலும் பாத்துக்கங்க சாமி വേണ്ട വേണ്ട நீங்க പറഞ്ഞ പടിയെല്ലാം ഞാൻ ചെയ്തിരിക്കേ அப்படியெல்லாம் சொல்லாதீங்க சாமி பாதி ரூபாயாவது திருப்பி கொடு சாமி ஊருக்கு திரும்பி போறதுக்கு காசு கிடையாது சாமி പോ 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 என் பொண்டாட்டி கட்டுத்தாலிய அடமானம் வச்சு வாங்கிட்டு வந்த பணம் சாமி தயவு செய்து கொடுங்க சாமி ഇനി എന്റെ തനി സ്വഭാവം എടുക്കണേ പാലാലുകള് വലിഞ്ഞു കയറി വരും എന്നിട്ട് കിടന്ന് കരയും പാവങ്ങള് അവരുടെ രൂപ കൊടുത്തേക്കച്ച അവർക്ക് ഒരു പൊടി പൊന്നു പോലും കിട്ടിയില്ല അവരെയൊക്കെ ചതിച്ച ഈശ്വരങ്ങളും ഉണ്ടാവും നീ എന്നെ പഠിപ്പിക്കണ്ട അവര് വന്നു കയറിയപ്പോ തുടങ്ങിയ എന്റെ ഒരു അനുകമ്പ അച്ഛൻ ദുഷ്ടനാ കള്ളന എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ ഉം? കള്ളനല്ലടാ. നിന്റെ അച്ഛൻ കള്ളനാ. കള്ളനാടാ. ഭയങ്കര ഇതിനകത്ത് കണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ പോയി ചത്തണം. ഇനി വയ്യ എപ്പോഴും അച്ഛന്റെ ചവിട്ടിട്ടുണ്ട് ആർക്കും വേണ്ട ആർക്കും വേണ്ട ആർക്കും വേണ്ട ആർക്കും വേണ്ട ആർക്കും വേണ്ടെന്ന് അമ്മൂട്ടിയുടെ മുഖത്ത് നോക്കി തട്ടാക്കുട്ടിക്ക് പറയാൻ കഴിയോ ഭഗവതിക്കാവില് രണ്ടു നേരം തൊഴാൻ പോകുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല നീരാഹാരം കഴിച്ച് തിങ്കളാഴ്ച വ്രതം നോക്കുന്നതും എനിക്ക് വേണ്ടിയിട്ടല്ല തട്ടാക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഈ അമ്മൂട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ ഇനി ഇങ്ങനത്തെ വിചാരങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം താലിയാട്ടിയ പോരാ എനിക്ക് ഉറപ്പ് തരണം ഉറപ്പ്